ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശിവരഞ്ജിനി കരുണാകരൻ ഒരു വലിയ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ മെസ്സേജാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അവർക്ക് 48 വയസ്സായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല. അവരുടെ വിവാഹ ആലോചനയുമായിട്ട് അനുബന്ധം ചാനലിലൂടെ ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് അവർക്ക് വിവാഹം കഴിക്കണമെന്നൊരു വിചാരം വന്നിട്ടുണ്ട്. അത് കാരണം അനുബന്ധം ചാനലിലൂടെ അവരുടെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വിവാഹം കഴിക്കാത്തതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. ശിവരഞ്ജിനി കരുണാകരൻ 5 വയസ്സുള്ളപ്പോഴാണ് അവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അവരുടെ അമ്മ ഒരു സിംഗിൾ പാരൻ്റ് ആയിട്ടിരുന്ന് 3 പെൺകുട്ടികളെ വളർത്തി. അവർക്ക് നല്ലപോലെ വിവാഹം, അതായത് 2 പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് അവർ നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. പക്ഷേ ശിവരഞ്ജനിയുടെ വിവാഹം മാത്രം അവരുടെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നോക്കാം. മൂത്ത സഹോദരിയുടെ വിവാഹം ഒരു ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ +2 വരെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം അങ്ങനെ പഠിത്തത്തിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം അവർ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഒരു പാർലർ റൺ ചെയ്തുകൊണ്ടിരുന്നു. ആ പാർലറിൻ്റെ തൊട്ടടുത്ത ടൈലർ ഷോപ്പിലുള്ള ചെക്കനെയാണ് അതായത് അവർ തമ്മിലൊരു പ്രേമമുണ്ടായി. അതിൻ്റെ ശേഷം അത് അറേഞ്ച് മാരേജിൽ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വിവാഹവും കഴിഞ്ഞ് 2 പെൺകുട്ടികളായെന്നും പറഞ്ഞിട്ടുണ്ട് ശിവരഞ്ജിനി. പക്ഷെ അവരുടെ താമസം ഇപ്പോൾ ട്രിച്ചിയിലാണ്. അവരുടെ ചേച്ചിയുടെ ഭർത്താവ് ഈ ഇടയ്ക്ക് ഒരു 2-3 കൊല്ലത്തിൻ്റെ മുമ്പാണ് മരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ മോൻ്റെ ഒപ്പം സെറ്റിലായി അവിടെ ട്രിച്ചി ചെന്ന്, അതായത് അവരുടെ മോൻ്റെ ജോലി അവിടെ ആയതുകൊണ്ട് അവിടെ ചെന്ന് സെറ്റിലായിട്ടുണ്ട് ശിവരഞ്ജിനിയുടെ മൂത്ത സഹോദരി. ഇളയ സഹോദരിയുടെ വിവാഹം ഒരു അറേഞ്ച് മാരേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് അവരെക്കാൾ 15 വയസ്സ് മൂത്ത ഒരു ഭരണയാണ്. അവർ വിവാഹം കഴിഞ്ഞത് അവരുടെ ഒപ്പമാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവർ നല്ല വെൽ സെറ്റിൽഡ് വലിയൊരു ബിസിനസ് മാനാണ്. ഗോവയിലാണ് അവർ സെറ്റിലായിട്ടുണ്ട്. അവർക്കും 2 ആൺകുട്ടികളുണ്ട്. ആ കുട്ടികളിപ്പോൾ കോളേജ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഒരു മോൻ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് പോയോണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അവർ ഗോവയിലാണ് സെറ്റിൽഡ്. പക്ഷെ ശിവരഞ്ജനി ഇപ്പോൾ ചെന്നൈയിലാണ്, ഒരു വിമൻസ് ഹോസ്റ്റലിലാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു 2 കൊല്ലത്തിൻ്റെ മുമ്പാണ് അവരുടെ അമ്മ മരിച്ചിട്ടുണ്ട്. അവരുടെ അമ്മ ഉള്ളവരെ ശിവരഞ്ജനിക്ക് വിവാഹത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൂത്ത സഹോദരി ഒരു മിഡിൽ ക്ലാസ് ഒരു വരണയാണ്. ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഏജിൻ്റെ ഒപ്പം ഉള്ളവർ, വയസ്സുള്ളവർ വരണ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സഹോദരി അവരെക്കാൾ 15 വയസ്സ് മൂത്ത ഒരു വരണയാണ് വിവാഹം കഴിച്ചിട്ടുണ്ട്. അവർ നല്ല വെൽ സെറ്റിൽഡ് ഒരു ബിസിനസ് മാൻ, നല്ല ഒരു ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയതുകൊണ്ട് അവരുടെ ലൈഫ് നല്ലപോലെ സെറ്റിലായി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളപ്പോൾ ഇവരെപ്പോഴും പറയും, ഇത്ര ശിവരഞ്ജനി എനിക്ക് പറ്റിയ നല്ലൊരു ചന്തവും നല്ലൊരു ജോലിയും നല്ല ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വരണയാണ് ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഇവരൊരു ചാലഞ്ചിൽ പറഞ്ഞുകൊണ്ടിരുന്നത്ര. അങ്ങനെയുള്ള ഒരു ചെക്കനെയും കണ്ട് അവർ തമ്മിൽ നല്ലൊരു പ്രേമമുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വിവാഹത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ശിവരഞ്ജനി. ഇങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ വയ്ക്കുമ്പോൾ അത് നമുക്ക് ഫുൾഫിൽ ആവാൻ കഴിയില്ല. എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വിവാഹത്തിൽ കഴിയും. പക്ഷെ ഞാൻ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ല. അതായത് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്, അതായത് വയസ്സ് നമ്മൾ നോക്കണമില്ലേ, നമ്മൾ വെൽ സെറ്റിൽഡ് ഒരു ഫിനാൻഷ്യലി സെറ്റിൽഡ് പേഴ്സൺ ആകുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് നമുക്ക് വരും. ഒരു ഏജൊക്കെ നമുക്ക് നോക്കുമ്പോൾ, നമുക്ക് പാകമായിട്ടുള്ള ഒരു വയസ്സ് നോക്കുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അത്ര ശരിയായി വന്നില്ല. ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചപ്പോൾ ഒരു വരൻ അവരെ വന്ന് എത്തിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനവർ ഒട്ടും ഒരു സമയം കൊടുത്തിട്ടില്ല. അതായത് ചിലതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ്, അതായത് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആകുമ്പോൾ വലിയ
ചന്തമൊക്കെ നമുക്കൊരു പേഴ്സണാലിറ്റിയൊക്കെ നോക്കാൻ പറ്റില്ല. അത് അങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ നന്നാവണം നോക്കുമ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവണം. ഇതൊക്കെയാണ് ശിവരഞ്ജിനി പറഞ്ഞു വരുന്നത്. ഇവർ ചെയ്ത തെറ്റ് എന്താന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനുകൾ തന്നെ അവരെല്ലാ ഭരണയും നോക്കിയിട്ടുണ്ട്. അവരുടെ എക്സ്പെക്റ്റേഷൻസ് മുഴുവനും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഒരു വരണം വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് കാരണം വിവാഹം കഴിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അവർക്ക് ഇല്ലാണ്ട് പോയെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മ എത്രത്തോളം കുറേ പ്രൊഫൈൽസ് വന്ന്, പക്ഷെ ഇവരൊന്നും സമ്മതിച്ചിട്ടില്ല. ഇവർക്ക് പാകമായിട്ടുള്ള വരൻ വന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ശിവരഞ്ജിനി. പക്ഷെ ആ തെറ്റ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻ നമ്മൾ വെക്കുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല ഒരു പ്രൊഫൈൽസ് വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളുടെ നമുക്ക് പാകമായിട്ടുള്ള നമുക്ക് ഇതാണെന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ആ വിവാഹ ബന്ധത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മൈൻഡ് സെറ്റ് ഒരുപാട് എക്സ്പെക്റ്റേഷനോട് ഞാൻ ആ വിവാഹ ബന്ധത്തിന് ഉള്ളിൽ ചെല്ലണമെന്ന് വിചാരിച്ചപ്പോൾ അത് എനിക്ക് അത്ര സക്സസ് ആയിട്ട് വന്നില്ല. കാരണം ഞാൻ മാരേജിനെ കുറിച്ച് ഒരു വലിയ അഭിപ്രായമില്ലാണ്ട് എൻ്റെ ഒരു 10 കൊല്ലം അങ്ങനെ കഴിഞ്ഞ് ഒരു 45 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ സഹോദരിമാരുടെ ഒപ്പം ചെന്ന് കഴിയാൻ പറ്റില്ല. അവരുടെ ഒപ്പമുള്ള ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എപ്പോഴെങ്കിലും പോവാൻ വരാൻ അല്ലാണ്ട് എനിക്ക് ഇപ്പോൾ ഒരു ജീവിതം ആയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഇത് എൻ്റെ തെറ്റ് മാത്രം തന്നെ. എൻ്റെ അമ്മ എത്രത്തോളം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇത് ശരിയാവും അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിവാഹം അത്ര നടന്ന് കിട്ടുന്ന ഒരു കാര്യമില്ല. എല്ലാ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫില്ലായി നമുക്ക് ഒരു വരൻ കിട്ടില്ല. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് വിവാഹം നടക്കുമെന്ന് എത്രത്തോളം പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും അനുസരിച്ചിട്ടില്ല എന്ന് ശിവരഞ്ജിനി ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന ഒരു വിചാരമുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാവുമെന്ന് എപ്പോഴും അവർക്ക് പേടിയുണ്ട്. വിവാഹത്തിനെ കുറിച്ച് ഒരു വലിയ പേടി എപ്പോഴും അവർക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പെക്റ്റേഷൻ കൂടുതലായതുകൊണ്ടാണ് ഈ പേടി അവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവർ നായർ കാസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കുന്നില്ല, റിലീജിയൻ കൂടി നോക്കുന്നില്ല. പക്ഷെ ഒരുവിധം പഠിച്ച എന്താണെന്ന് വെച്ചാൽ ഇവർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് കൺസേണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് വലുതായിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഇവരുടെ അമ്മയുടെ ഒരു പ്രോപ്പർട്ടി സെയിൽസ് ചെയ്ത് അതിൻ്റെ ഒരു ഷെയറാണ് ഇവർക്ക് വന്നിട്ടുണ്ട്. അത് ബാങ്കിലിട്ട് അതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് മാത്രം തന്നെ ഇവർക്ക് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ട് വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇവരിപ്പോൾ ജോലിക്ക് പോയോണ്ടിരിക്കുന്നു. അത് എത്രത്തോളം പോകുന്നവരെ ഇവർക്ക് പ്രൈവറ്റ് കൺസേൺ ആയതുകൊണ്ട് കൂടുതൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല മണിയിൽ. ഒരു 50 വയസ്സ് വരെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ശിവരഞ്ജിനി. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. ചെന്നൈ സെറ്റിൽഡാണ്, ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടുതൽ എക്സ്പെക്റ്റേഷനാണ് ഇന്ന് അവരുടെ വിവാഹം 48 വയസ്സായിട്ടും നടക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതുപോലത്തുള്ള തെറ്റ് ആരും ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു ജീവിതം എല്ലാവർക്കും ഒരു ലെസണായിട്ടുണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട് ശിവരഞ്ജിനി കരുണാകരൻ. ഇത് ശരിയാണ്. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ സഹോദരി 2 പേരും, മൂത്ത സഹോദരി അത്ര ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ചെക്കനെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ജോലി ഇപ്പോൾ കുട്ടിയായാലും ആ കുട്ടി നല്ല പഠിച്ച് നല്ലൊരു ജോലി, ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ അവരുടെ ജീവിതം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരി അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ അവരേക്കാൾ 15 വയസ്സ് മൂത്ത ഒരു പറയണയാണ്. പക്ഷെ അവർ തമ്മിൽ ഇപ്പോൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അവർ എന്താ പറയുക, ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി ആയിട്ടുള്ള കാരണം കൂടുതൽ അവരുടെ ജീവിതം ഇപ്പോൾ നന്നായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നെന്നും ശിവരഞ്ജിനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വിട്ടത് അവരുടെ
ഒരു വലിയ ഒരു പേഴ്സണാലിറ്റി ഒന്നും നോക്കിയില്ല. കൂടുതൽ 15 വയസ്സ് പറയുമ്പോൾ നമുക്ക് പറയുമ്പോഴാണ് അത്ര വയസ്സ് തോന്നിക്കുന്നത്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയില്ല. പക്ഷെ ചേച്ചിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വയസ്സായ ഒരാളെ പോലെ തന്നെ എല്ലാവരും അപ്പോൾ പറഞ്ഞു, എന്താ വെക്കണ എത്ര വയസ്സായ ഒരാളെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത്, ഇന്ന് ചേച്ചീനിപ്പോൾ ഒരു നല്ലൊരു ജീവിതം റൺ ചെയ്യുന്ന ഒരു ഫാമിലിനെ എനിക്ക് കാണാൻ കഴിയില്ല എന്നും ശിവരഞ്ജനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മളുടെ ഒരു തോന്നലാണെന്ന് തന്നെ ഞാൻ പറയും. ആ ഒരു വിവാഹം നല്ല പോലെ നടന്നു കിട്ടണമെങ്കിൽ തമ്മിൽ നല്ല പരസ്പരം നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അത് ഉണ്ടായെങ്കിൽ എത്ര നാൾക്കൾ ആയാലും ആ ബന്ധം വേരാവില്ല. കാരണം കുറേ എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാവും. എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരു ഇഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവണം. അത് കൂടുതലാവുമ്പോഴാണ് പ്രശ്നം. അതങ്ങനെ തികഞ്ഞ് വരും. ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും ഒരു ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വെക്കുമ്പോഴാണ് അത് വിവാഹത്തിൽ കഴിയും. അത് എത്രത്തോളം സത്യം എന്ന് ശിവരഞ്ജനി അവരുടെ ഒരു ലൈഫ്, അവരുടെ ജീവിതത്തിൽ നടന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ 2 സഹോദരിമാരാണ് അതിന് എക്സാമ്പിൾ എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഇനി ഈ തെറ്റ് തുടരാൻ പാടില്ല. അത് കാരണം ഒരു വിവാഹം കഴിക്കണമെന്നുള്ള ഒരു ഡെസിഷൻ എടുത്തിട്ടുണ്ട് ശിവരഞ്ജനി. കുറച്ച് വൈകിയായാലും ശരിയായിട്ടുള്ളൊരു ഡെസിഷനാണ്. കാരണം ഇങ്ങനെ ശിവരഞ്ജനിയുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കണം. നിങ്ങൾ ഉടനെ തന്നെ അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യും നിങ്ങളുടെ പ്രൊഫൈൽ. ഇനി വിവാഹ ആലോചനയുമായിട്ടുള്ള തങ്ങളുടെ ശരിയായിട്ടുള്ള നേരായിട്ടുള്ള പ്രൊഫൈൽ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കായിട്ടുള്ളവർ അവർ തന്നെ കണ്ടെത്താൻ കഴിയും. നമസ്കാരം.